കൂടെ പറയാം ഒരു ഇന്റീരിയർ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ കൊളോണിയൽ സ്റ്റൈലിലുള്ള വീടാണ് നമ്മൾ ചെയ്തത്. നേരെ വീടിൻ്റെ ഉള്ളിലേക്കാണ്. വാ, കയറി വരുമ്പോൾ തന്നെ ഷൂറാക്ക് നിർബന്ധമാണ്. ഷൂറാക്ക് ഇത്തരത്തിൽ തന്നെ ചെയ്യണം, ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. ഇനി വേണമെങ്കിൽ ഒന്ന് ഇരിക്കാനും വളരെ നന്നായിട്ട് ചെയ്യാം. ഇത് പ്ലൈവുഡ് മൈക്കല്ല ചെയ്തിട്ടുള്ളത്. 35 mm വരുമ്പോഴാണ് ഈ ഒരു ഭംഗി ബോർഡറിൽ കിട്ടുന്നത്. ഇത്തരം ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പ്രൊഫൈൽ ഹാൻഡിലോ ഇൻസൈഡിലുള്ള ഹാൻഡിലുകളൊക്കെ ചെയ്യാൻ എപ്പോഴും നല്ലത്. ഓഫീസ് റൂം വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗം ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് തന്നെയാണ് എപ്പോഴും നല്ലത്. ലാമിനേഷനേക്കാളൊക്കെ അഫോർഡബിളും കംഫർട്ടും ശരിക്കും വുഡ് തന്നെയാണ്. കണ്ടംപററി ടൈപ്പ് വീടാണ്. അപ്പോൾ നമ്മൾ അതിനനുസൃതമായിട്ടുള്ള ഡോറുകളെ കൊടുത്തിട്ടുള്ളത്. കാർവിംഗ് വർക്കുകളൊന്നും ഇല്ല, ഒക്കെ ഒരു സ്ക്വയർ വർക്കാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോഫ ലോഞ്ചർ ടൈപ്പുള്ള സോഫയാണ്. നല്ല അടിപൊളി ഒരു പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡും വുഡിൻ്റെ ഒരു ലൂവറും കൂടി ചേരുമ്പോൾ ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മുകളിലെ സീലിംഗ് കൊടുത്തിട്ടുള്ളത് ഒരു ക്രോസ് ആയിട്ടൊരു റെക്ടാങ്കുലർ ടൈപ്പിലാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ രണ്ട് സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വിനീറിലാണ് ഈ പാനലിംഗ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ ഐഫുഡ് തന്നെയാണ്. ഡൈനിങ് ചെയറും ഐഫുഡ് തന്നെയാണ്. ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ മാർബിളാണ്, മഹാഗണിൻ്റെ വുഡാണ്. അതുപോലെ ഡൈനിങ് ചെയറും അതുപോലെ തന്നെയാണ്. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാഷ് ബേസിൻ കൗണ്ടർ ഭംഗിയാക്കണമെന്ന് പലരും പറയുന്നുണ്ട്. ഇതൊരു ഗ്ലാസ് ടൈപ്പ് വാഷ് ബേസിൻ കൗണ്ടർ, ലൂവർ, അതുപോലെ ആർട്ടിഫിഷ്യൽ മാർബിൾ വെച്ച് നമ്മൾ നാനോ ടോപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ജാഗറിൻ്റെ ഒരു ഫിറ്റിങ്സ്. ഇവിടെ നമ്മൾ മൈക്ക ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഒരു സ്റ്റോറേജും കൂടി ഉണ്ട്. സ്റ്റോറേജ് ആവശ്യമെങ്കിൽ നമുക്കിവിടെ ഹാൻഡിൽ കൊടുക്കാമായിരുന്നു. ഇവിടെ ഹാൻഡിൽ സത്യത്തിൽ കൊടുത്തിട്ടില്ല. കാണാൻ കുറച്ചുകൂടി ഭംഗി ഹാൻഡിലെസ് ആണ്. ഇപ്പോൾ പൊതുവെ ഇതാണ് ട്രെൻഡ്. റൂമിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുള്ളത് ഇത് PU ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പ്ലൈവുഡ് അതിൽ പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് PUലാണ് കൊടുക്കുന്നത്. PU ഫിനിഷ് ശരിക്കും എടുത്ത് കാണിക്കും. പക്ഷേ PU കൊടുക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും എലമെൻറ്റ് മറ്റു ഭാഗങ്ങളിലേക്കും കൊണ്ടുവരണം. ഈ വർക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഐവറി കളറിലുള്ളതായതുകൊണ്ട് ഭംഗിയുണ്ട്. ഡ്രസ്സിങ് സ്റ്റഡി ടേബിളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അത് ലൂവർ പ്ലൈവുഡ് മൈക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗം കുറച്ച് ഹൈറ്റ് കുറച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ലോഫ്റ്റ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. വളരെ ഹൈറ്റിലാണെങ്കിൽ ഈ ലോഫ്റ്റ് ഇങ്ങനെ കൊടുക്കാതെ ഇരിക്കുകയാണ് നല്ലത്. നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈറ്റുള്ള ഒരാൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ലോഫ്റ്റ് തുറക്കാൻ പറ്റും. ഈ AC-യുടെ മുകളിൽ ഇതുപോലെ ഈ കട്ടൻ പെൽമെറ്റ് വീടിൻ്റെ ഈ ഒരു ഭാഗം വളരെ സൈസായിട്ട് തോന്നണമെങ്കിൽ ഇത്തരത്തിലുള്ള ലോങ് കട്ടൻ തന്നെ ഇടണം. അതുപോലെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ഏരിയ ഉണ്ട്. അതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ അവിടെ സെപ്പറേഷൻ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കോട്ട് വളരെ സിമ്പിളായിട്ടുള്ള കോട്ടാണ്. അഡീഷണൽ അധികം വർക്കുകളൊന്നുമില്ല. അതിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പിലാണ് ഈ കോട്ടിൻ്റെ നിർമ്മാണം. അല്ല ഈ സ്പേസ് അടിയിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഒരു സ്റ്റോറേജ് ടൈപ്പിലുള്ള ബോക്സ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടൊരു ബെഡ് സൈഡും. ശരിക്കും ബെഡ്റൂമിലൊക്കെ നമുക്ക് വലിയ കണ്ണിലേക്ക് കുത്തുന്ന ടൈപ്പിലുള്ള ലൈറ്റുകളൊക്കെ ഇടാറുണ്ട്. ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ലൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബെഡ്റൂമൊക്കെ കുറച്ച് സ്പേസ് ആയിട്ട് ഇതുപോലെ ചെയ്താൽ നന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കടന്നു വരുന്ന ലിവിംഗ് റൂമിൽ നിന്നും തുടങ്ങിയതാണ് ഈ ഒരു ലൂവറിൻ്റെ കണക്ഷൻ. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ എത്തിച്ചിട്ടുണ്ട്. ബേവിൻ്റെ വിത്ത് ഗ്ലാസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. നമുക്ക് പുറത്തേക്കൊക്കെ നോക്കണമെങ്കിൽ ഇതുപോലെ ഒരു നാച്ചുറൽ ലൈറ്റ് ഉള്ളിലേക്ക് വരണമെങ്കിൽ ഇത് നല്ലൊരു കോൺസെപ്റ്റാണ്. ഇത് ഈ UPVC ലൂവർ ആയതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും കംപ്ലൈൻ്റ് ആവില്ല. നനഞ്ഞാലും വീണ്ടും റീപോളിഷ് ചെയ്യുക ഒന്നിൻ്റെ ആവശ്യമില്ല. ഷാൻലിയറൊക്കെ ഈ ടൈപ്പിലാവുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട്. എനിക്ക് ഒരു ഡിസൈൻ വളരെ ലെങ്ത് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതുപോലത്തെ ഷാൻലിയർ നല്ലതാണ്. സീലിംഗ് കൊടുക്കുമ്പോഴേ നമ്മൾ ട്രഡീഷണലായിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വെറുതെ പ്ലെയിനായി കൊടുക്കുക എന്നുള്ളത്. ചെറിയ പ്രൈസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഒരു വുഡൻ പാറ്റേൺ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുകഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫീൽ കിട്ടും. സ്റ്റെപ്പ് നല്ല രസമാണ്. വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സ്റ്റെപ്പിൽ വളരെ ട്രാൻസ്പെറൻസിയാണ്. ഇവിടെ ഈ ഗ്ലാസും കൂടി വരുമ്പോഴേ നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പുള്ള പോലത്തെ ഒരു ഫീലില്ല. ഒരു അടഞ്ഞ ഫീല് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വെളിച്ച വെന്റിലേഷൻ വരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തും വുഡിൻ്റെ ഒരു ശരിക്കും ഇൻറ്റീരിയർ വർക്കിൻ്റെ മികവ് അറിയണമെങ്കിൽ എല്ലാ ഭാഗത്തും പറ്റുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ പാനലിംഗ് വർക്കുകൾ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു അരഞ്ഞാനുള്ള ഫീൽ എന്ന് പറയില്ല, അതുപോലെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ പാനലിംഗ് വർക്കുകൾ വന്നാലാണ് ഇതുപോലെ ഒരു ഭംഗി നമുക്ക് ലഭ്യമാകുക. എല്ലാ ഭാഗത്തും ആ ഒരു പാനലിംഗ് വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കളർ ടോൺ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ചില ആളുകൾ ചെയ്യുമ്പോൾ 2 കളറിൽ 3 കളറിലൊക്കെ ചെയ്തു. ഒരു സിംഗിൾ കളറിലാണ്. ആ വുഡൻ കളറ് ടീക്ക് വുഡിൻ്റെ കളറാണ് ഫുൾ വീട് മുഴുവൻ കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്.
എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന രീതിയാണ് നിങ്ങളൊരു കൊട്ടേഷൻ തായോ റേറ്റ് നോക്കട്ടെ എന്ന്. അത് കഴിയില്ല. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് 2D ചെയ്ത് 3D ചെയ്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിന് ചെയ്താണ്. പിന്നെ അത് ഇല്ലാത്തൊരു വർക്കാണ് ശരിക്കും ഇൻറ്റീരിയർ വർക്ക്. അപ്പോൾ അത് വീണ്ടും വരച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഇങ്ങനെയാവും എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതാണ്. പലരും പറയുന്ന ഒരു കാര്യമാണ് 3D വരയ്ക്കേണ്ട, വെറുതെ ചെയ്താൽ മതി എന്നുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ആരുടെ അടുത്ത് നിന്ന് വർക്ക് എടുത്താലും ആ ഒരു പണിക്ക് നിൽക്കരുത്. നമ്മൾ ആ 3D കൃത്യമായി വരച്ചതിന് ശേഷം മാത്രമാണ് ആ വർക്കുകളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു പണിക്കും ഇൻറ്റീരിയർ വർക്കാണെങ്കിൽ 3D മസ്റ്റാണ്. അതിലെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് മാറ്റങ്ങൾ വരുത്തുന്നെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്താലാണ് കഴിയുള്ളൂ. ഇതിങ്ങനെ കാണുമ്പോൾ പഴയ വീടിൻ്റെ വിഷ്വൽ കൂടി കാണിക്കാതിരിക്കാനാവുകയില്ല. ഇതാണ് പഴയ വീടിൻ്റെ വിഷ്വൽ. ഇത്തരത്തിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരുടെയെങ്കിലും വീട് റെനോവേറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി, ഞങ്ങൾ സഹായിക്കാം.